അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാഷാ അല്ലാഹ്, നേരെ ബാക്കിൽ കാണുന്നതാണ് ജബൽ സൗറിലേക്കുള്ള പുതിയ വഴികളും സൗകര്യങ്ങളും. മാഷാ അല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോയ അതേ വഴികളിലൂടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ളത് കച്ചവട സംഘങ്ങൾ യാത്ര ചെയ്തിരുന്ന വഴിയാണ്. എന്നാൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജറ പോയ വഴി മറ്റൊന്നാണ്. കാൽനട ആയിട്ട് ഒട്ടകപ്പുറത്തൊക്കെ സഞ്ചരിച്ച വഴി എന്ന് പറയുന്നത് ഏകദേശം 40-ലേറെ ലാൻഡ്മാർക്കുകൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ആ ഒരു വഴിയിലൂടെ നമുക്ക് ഇനി സഞ്ചരിക്കാനുള്ള സൗകര്യം മാഷാ അല്ലാഹ് സൗദി ഗവൺമെൻറ് തയ്യാർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ കാണുന്ന ബോർഡിൽ കാണാം അലാ ഖുത്താഹു എന്നതാണ് ആ ഒരു പ്രൊജക്റ്റിൻ്റെ പേര്. ഏകദേശം 1 മില്യൺ ആളുകൾ ഈ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാനായിട്ട് പ്രീ ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കെന്ത് ചെയ്യാം, ഇവിടെ നിലവിൽ ചെയ്ത സൗകര്യങ്ങളും മറ്റു വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ജബൽ സൗർ നടന്നു കയറാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്ത സൗകര്യമാണ്. ഇത്തരം നിസാൻ പെട്രോളിൻ്റെ വാഹനത്തിൽ 38 റിയാൽ കൊടുത്താൽ ഏകദേശം 3/4 ഭാഗം വരെ വാഹനത്തിൽ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. ബാക്കി കുറഞ്ഞ ഭാഗം മാത്രം നടന്നു കയറിയാൽ മതി. 38 റിയാൽ കൊടുത്താൽ 2 സൈഡ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര. നടന്നു കയറണമെങ്കിൽ അങ്ങനെയും സൗകര്യമുണ്ട്. ഈ ഒരു ആയത്ത് എത്ര മനോഹരാണല്ലേ. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. മഹാനായ സിദ്ദീഖ് തങ്ങളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമാധാനിപ്പിക്കുകയാണല്ലോ. റബ്ബ് കൂടെ ഉണ്ട്, എന്തിനാണ് വിഷമിക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു രംഗമൊക്കെ നമുക്ക് ഇങ്ങനെ ഓർമ്മ വരും. സൂക്കിലെത്തിയ സമയത്ത് കണ്ട മനോഹരമായൊരു കാഴ്ചയാണ് കാഫില കൂട്ടങ്ങളെ ഇവിടുത്തെ പഴമ ആളുകൾ സ്വീകരിച്ചു കൊണ്ടുവരുന്ന ഒരു രംഗം. ഇവരുടെ സംസാരം കേൾക്കാൻ എന്ത് ഭംഗിയാണെന്നറിയോ. هيا جوابه وما بالربع من أحد والكلمة لا توزن باستقامتها فقط إن الكلمة تعرف بما تقيم السامعين. أنا قيس بن الخطيب. قد أتاك قيس بن الخطيب يا نامرة وبشاره ننهل. സൂക്കിൻ്റെ മുദീറാണ് ഇരിക്കുന്നത്. ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ സ്വീകരിക്കുന്നൊരു രംഗമാണ് കാണുന്നത്. നമ്മൾ വീഡിയോ ചെയ്യുന്നത് കണ്ടേ ഒട്ടകത്തിൻ്റെ മൂക്കയർ നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ്. മാഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോകുന്നത് ഖസ്വ എന്ന് പറയുന്ന ഒട്ടകപ്പുറത്ത് കയറിയിട്ടാണ്. മാഷാ അല്ലാഹ്, എത്ര ഒട്ടകങ്ങളാണ്. നമ്മളൊരു പാട്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. തോഹ റസൂലിനെ തോളിൽ ചുമന്നോരു വാഹനമാണല്ലോ ഖസ്വ മുത്തിൻ്റൊട്ടകമല്ലോ. ജബൽ സൗറിനെ കുറിച്ചിട്ട് ചുരുക്കി ഒന്ന് പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 53-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാനായിട്ട് ശത്രുക്കൾ വീട് വളയുകയും ആ സമയത്ത് നബി തങ്ങൾ മഹാനായ സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പകരം കിടത്തി